everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബാഗ് ഹോൾ വീഡിയോ ആണ്. നമ്മൾ മീഷോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഫോർഡബിൾ റേറ്റിനുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് മീഷോന്ന് വാങ്ങുമ്പോഴും പുറത്തുനിന്ന് വാങ്ങുമ്പോഴും ഭയങ്കര ചേഞ്ച് ഉണ്ട്. ഞാൻ 350ന്റെ താഴെയുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ബാഗ്സ് കാണിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്തതാണ്. സോ അതിൻ്റെ റിവ്യൂ പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റത്തെ ബാഗ് വന്നിട്ട് എൻ്റെ റീസെന്റ് ഫേവറേറ്റ് ഒരു ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 10ൽ 10 തന്നെ കൊടുക്കാം. അത്ര അടിപൊളി ബാഗാണ്. ഇതാണ് ബാഗ് വന്നിട്ട് ഒരു ടോട്ട് ബാഗാണ്. നമുക്ക് ഇത് വന്നിട്ട് ഓഫീസിലേക്കും അതേപോലെ തന്നെ കോളേജിലേക്കും എല്ലാവിടേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ബാഗാണ് കേട്ടോ. ഒരു നമുക്ക് ഏജ് ഡിഫറൻസിലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന് കുറേ കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ്. ഞാൻ എല്ലാത്തിൻ്റെയും ബാഗിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ബാഗിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ക്ലാസി ലുക്ക് തരുന്ന ബാഗാണ്. അതേപോലെ തന്നെ ഇതിനൊരു 3 വലിയ ലാർജ് അറകളാണ് ഉള്ളത്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിൽ പോക്കറ്റ്സ് ചെറിയ മണിയൊക്കെ ഇടാൻ പറ്റുന്ന നമുക്ക് പോക്കറ്റ്സ് അങ്ങനത്തെ അവൈലബിൾ അല്ല കേട്ടോ. എനിക്ക് അതും കൂടി ഇങ്ങനെ കുറച്ച് ബെറ്റർ ആയി തോന്നിയിരുന്നു. പക്ഷെ ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ഹാൻഡ് ബാഗ് ആണ്. അപ്പൊ നമ്മൾ പിക്ചറിൽ കാണിക്കുന്ന പോലെ കുറേ കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ഇയർ ആയിട്ട് നമ്മളെ കയ്യിലുണ്ട്. അടിപൊളി ബാഗാണ്. ഈ സംഭവമൊക്കെ ഞാൻ മേടിച്ച സമയത്ത് പോകുന്നു വിചാരിച്ചു. പക്ഷെ ഒരു കേടുപാടില്ല. നമ്മൾ മേടിച്ചത് ഇപ്പൊ എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിന് ആകെ ഒരു അറയുള്ളൂ കേട്ടോ. അതിന് വേറെ ഒരു മണി പേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ ഇത് കാണിക്കാന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഇത് പില്ല ഗൈസ്. ഒരു വർഷമായി ഇത് പറഞ്ഞല്ലോ. അത് ഞാൻ എവിടെ കൊണ്ടുപോയിട്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതും ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. 228 രൂപ എന്തോ ആണ്. ഞാൻ എല്ലാ ലിങ്ക്സും വന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ബാഗ് വന്നിട്ട് ഒരു സ്ലിംഗ് ബാഗ് ആണ്. ഇതും അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 142 രൂപയാണ് നമുക്ക് കാണിക്കുന്നത്. ഒരു എക്സ്ട്രാ ഫീ ഒന്നും അവർ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും വിചാരിച്ചു ഈ ഒരു റേഞ്ചിന് വരുമ്പോൾ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടാവുമോ, ഞാൻ പിക്കിൽ കാണാനേ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ സെയിം പിക്കിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ അടിപൊളി സാധനമാണ്. ഇതിന്റെ ബ്ലാക്കും ഗ്രീനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഇതിലാകെ ഒരു അറേ വരുന്നുള്ളൂ. ഒരു അറ നമുക്കൊരു ഫോണും നമുക്ക് എങ്ങനെയൊക്കെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. അതേപോലെ ജീൻസിനൊക്കെ നമുക്ക് വെറും പട്ടി ഷോക്ക് ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത്രയും പ്രൈസ് റേഞ്ചിൽ നമുക്ക് പിന്നെ എന്താ പട്ടി ഷോ കാണിച്ചാൽ അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിനിപ്പോൾ ലെങ്ത് കുറയ്ക്കാനും കൂട്ടാനുള്ള സംഭവമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു ലെങ്ത്തിൽ തന്നെ കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ അടിപൊളിയായിരിക്കണം. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു വൈറ്റ് സ്ലിംഗ് ബാഗ് തന്നെയാണ്. ഇത് വന്നിട്ട് 259 രൂപയാണ് പ്രൈസ് വരുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് 350 എന്ന് പറയുന്നതിന് അഫോർഡബിൾ ആണ്. അതിന്റെ താഴേക്കുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാതും കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഇത് ഞാൻ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഈ ഷോർട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം, ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ലെങ്ത് കുറച്ച് കൂടുതൽ പോലെ എനിക്ക് തോന്നിയിട്ടോ. മേ ബി ചേർത്തത് അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയാണ്. പക്ഷെ നമുക്കിതിങ്ങനെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെയാണ്. എനിക്കിതെന്തോ അത്രയ്ക്ക് പറ്റിയില്ല. കാരണം നമ്മളിതിങ്ങനെ കൂട്ടി കുറയ്ക്കുമ്പോൾ ഈ സംഭവം അങ്ങനെ പുറത്തേക്ക് നിൽക്കും. അതെനിക്ക് കുറച്ച് വൃത്തികേടായിട്ടില്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് തോന്നി. ഇത് പിന്നെ നമുക്കൊരു ചങ്ങല പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ് പോലെ. ഇതിന് കളറൊന്നും പോകുന്നില്ല. ഞാൻ വാഷ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നിയിരുന്നു കളറൊന്നും പോയിട്ടില്ല അതുവരെ. കുറച്ച് മാസങ്ങളായിരിക്കണം വാങ്ങിച്ചിട്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതിലൊരു അറ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് അറ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മണിയോ മീൻസ് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു അറ വരുന്നുണ്ട്. സംഭവം പുറത്തുനിന്ന് കാണുമ്പോൾ കുഴപ്പമില്ല, അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഈ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. കൂട്ടാനും കുറയ്ക്കാനും പറ്റും, പക്ഷെ എന്താ വെച്ചാൽ ഇതൊരുമാതിരി ബോറായിട്ട് അങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ ഇതിലൊരു 10ൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5 കൊടുക്കാൻ എനിക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് വായിച്ചപ്പോൾ അടിപൊളിയായി തോന്നിയിരുന്നു, പക്ഷെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്ര അടിപൊളിയായി തോന്നിയിട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹാങ്ങിങ് ബാഗ് ആണ്. ഇതും അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് നമുക്കൊരു മണി പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം വലിയ ലാർജ് അറകളുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അറയും വരുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. ഇതെനിക്ക് ഡിസൈൻസ് ആണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമുക്ക് ഇങ്ങനെ കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത് പോണ ഒരു ബാഗാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും നമുക്കിത് ക്യാരി ചെയ്ത് പോകാം. അതേപോലെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്യാനും പറ്റും. ഇത് ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അടിപൊളി ബാഗാണ്.
നെക്സ്റ്റ് വരുന്നതും ഒരു ടോട്ട് ബാഗ് ആണ്. ഒരു അടിപൊളി സാധനം കേട്ടോ. 10ൽ നമുക്ക് 10 തന്നെ കൊടുക്കാം, അത്രയും അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ സാധനം. ഇത് ഭയങ്കര ക്ലാസി ലുക്ക് നമുക്ക് തരും. അതേപോലെ തന്നെ നമുക്ക് ജീൻസിനും ചുരിദാർസിനും എല്ലാത്തിനും നമുക്ക് ഇടാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ഇടുന്ന ഒരു ബാഗാണ് കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാകെ ഒരു അറയുള്ളൂ. അത്യാവശ്യം നമുക്ക് എല്ലാ സംഭവങ്ങളും ഇതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിങ് വരുന്നത്. വേറെ പോക്കറ്റ്സോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ ബാഗിന്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൽ സജഷൻ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ നമ്മൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഒരു പെൻഡിങ്ങിൽ ഒരു ജീൻ കളക്ഷന്റെ വീഡിയോ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ വൈകാതെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. അതേപോലെ തന്നെ ഇപ്പം ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. പറ്റുള്ളൂ. ബൈ.